നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിന് തീരാ നോവായിരിക്കുകയാണ് വയനാട്ടിലെ ജൻസൺ എന്ന യുവാവിന്റെ മരണം. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജൻസൺ. സെപ്റ്റംബർ 10 നടന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജൻസൺ ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ജൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൽപ്പറ്റയിലെ ആശുപത്രിയിൽ എത്തിച്ച് ശ്രുതിയെ കാണിച്ചു. തുടർന്ന് അമ്പലവയൽ ഗ്ലോറിസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. നാടൊന്നാകെ ജൻസന് വിട പറയാൻ കണ്ണീരോടെ ഉണ്ട്. CB അനുമോദ് ചേരുന്നു അമ്പലവയലിൽ നിന്നും. അനുമോദ്, ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിഞ്ഞത്. അതായത് തൻ്റെ പ്രിയപ്പെട്ടവൻ അവസാനമായി യാത്ര നൽകിയ ശ്രുതിയുടെ ആ കാഴ്ച. ഇത് ഇപ്പോഴും മലയാളികൾക്കൊന്നടങ്കം ഏറെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്നത്. പൊതുദർശനം ആരംഭിച്ചോ? ഇപ്പോൾ ആരൊക്കെയാണ് അവിടെ ഈ ജൻസന് അന്ത്യയാത്ര നൽകാൻ ഒരു നാടൊന്നാകെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു? ടോം, നമ്മളുള്ളത് ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിലാണ്. നമുക്ക് മുൻപിലാണ് ജൻസന്റെ ഭൗതിക ശരീരം ഇപ്പോൾ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നാട്ടുകാർ, അദ്ദേഹത്തെപ്പറ്റി കേട്ടറിഞ്ഞവർ, ജൻസനെയും ശ്രുതിയെയും പറ്റി മനസ്സിലാക്കിയവർ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ ഈ ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് സമയം മുൻപ് തന്നെ ജൻസനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് കാത്ത് നിൽക്കുന്നത്. ഏറ്റവും ഹൃദയഭേദകമാണ് ഈ ഒരു കാഴ്ചകൾ. അതുതന്നെ നമ്മൾ അല്പസമയം മുൻപ് ശ്രുതി ജൻസനെ അവസാനമായി കണ്ട ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല തൻ്റെ പ്രിയപ്പെട്ടവനെന്ന് ആ പെൺകുട്ടി അറിഞ്ഞ നിമിഷം തനിക്ക് അവസാനമായി ജൻസനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ആ കുട്ടിയുടെ അവസാനത്തെ ജൻസനോടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ബന്ധുക്കൾ സാഹചര്യമൊരുക്കുകയും അങ്ങനെ ജൻസന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക്, കൽപ്പറ്റയിലെ ശ്രുതി ചികിത്സയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ജൻസന്റെ മൃതദേഹം കിടത്തിയതിനോട് ചേർന്നൊരു സ്ട്രെച്ചറിൽ എത്തിയാണ് ശ്രുതി കണ്ടത്. ശ്രുതിയും ചികിത്സയിലാണ്. തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താത്ത, തൻ്റെ എല്ലാമാണെന്ന് ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞ ആ നിമിഷം, അത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ തൊണ്ടയിടറും, കണ്ണു നിറയും. കാരണം ഒരു മഹാദുരന്തത്തിൽ നിന്നും ആ പെൺകുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏക കൈത്താങ്ങായിരുന്നു ജൻസൺ. പ്രണയം, അവരുടെ ബന്ധം, അതായിരുന്നു ആ കുട്ടിക്ക് കരുത്ത് നൽകിയത്. എല്ലാത്തിനും അപ്പുറം അവരെ ഒന്നിപ്പിക്കുവാൻ ഇരു കുടുംബങ്ങളും തയ്യാറായി. തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ശ്രുതിയെ കൊണ്ടുവന്ന് അവൾക്ക് സുരക്ഷ നൽകുവാനും അവൾക്ക് നഷ്ടമായതെല്ലാം തന്നാൽ കഴിയുന്ന രീതിയിൽ തിരിച്ചു നൽകുവാനും അവളെ സദാ സുരക്ഷിതയായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ജൻസൺ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിധി അതിക്രൂരമാണ്. അത് ആരോ പണ്ട് പറഞ്ഞതുപോലെ രംഗബോധമില്ലാത്തൊരു കോമാളിയായി എല്ലാവരെയും കരയിപ്പിക്കുകയാണ്, എല്ലാവരെയും വേദനയിലാഴ്ത്തുകയാണ്, തീവ്ര ദുഃഖത്തിലാഴ്ത്തുകയാണ്. വാക്കുകൾ കൊണ്ടൊക്കെ നമുക്കിതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്തത്ര ദുഃഖം. ഒരു ദുരന്തത്തെ മുഴുവൻ നമ്മൾ കണ്ടറിഞ്ഞതാണ്, തൊട്ടറിഞ്ഞതാണ്. ആ ദുരന്തത്തെ അതിജീവിച്ചവരോടൊപ്പം നിന്ന് അവരുടെ വേദന നമ്മുടെ വേദനയായി നമ്മൾ കണ്ട് അവർക്കെല്ലാം കഴിയും ദുഃഖത്തിലൊക്കെ സഹായങ്ങൾ നൽകി. പക്ഷേ ഈ ഒരു ദുഃഖം
ആ ദുരന്തത്തിൻ്റെ അതിജീവിച്ച ആ ശ്രുതി എന്ന ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ദുഃഖത്തെ നമുക്കൊന്നും എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് പറയാനാകില്ല. അതൊരു ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ആ കുട്ടി എങ്ങനെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചെത്തുമെന്നുള്ളത്. ഏറെ വേദനയോടെയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവൻ ഇന്ന് ലോകത്തിലില്ല എന്ന് ആ കുട്ടി തിരിച്ചറിഞ്ഞ ആ നിമിഷം അവർ അവസാനമായി ജെൻസിനെ സ്ട്രെച്ചറിലെത്തി കണ്ട ആ ദൃശ്യങ്ങൾ അത് കണ്ണു നനയാതെ ആർക്കും കാണാനാകില്ല. അത്രമാത്രം ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ്. ഇപ്പോൾ ആംബുലൻസിൽ ഇവിടെ എത്തിച്ച ജെൻസിൻ്റെ മൃതദേഹം ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം നടക്കുകയാണ്. ഈ നാട്ടുകാർക്ക് ജെൻസൺ പണ്ട് മുതലേ അറിയുന്നവനാണ്, അവർക്ക് പ്രിയപ്പെട്ടവനാണ്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവനാണ്, പൊതുപ്രവർത്തകനാണ്, DYFIയുടെ സജീവ അംഗമാണ്. അങ്ങനെ പല തലങ്ങളിൽ ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ആളായിരുന്നു ജെൻസൺ. പക്ഷേ ജെൻസൺ ഈ നാടിനപ്പുറത്തേക്ക് ലോകത്തിനെല്ലാം പ്രിയപ്പെട്ടവനായത് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ ശ്രുതിയെ ചേർത്ത് പിടിച്ച് ഇനി ഇവൾക്ക് ഞാനുണ്ട്, ഇവൾക്ക് എല്ലാം ഞാൻ നൽകുമെന്നും ഇവളെ സുരക്ഷിതയാക്കുമെന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോഴും അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചത് കണ്ടപ്പോഴുമാണ് ആ കരുത്ത്, ആ ഒരു വാക്കിൻ്റെ ബലം അത് നമുക്കെല്ലാം നൽകിയത് ഒരുപാട് ആശ്വാസമായിരുന്നു. കാരണം ഒരു ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നില്ലല്ലോ, അവർ കൂടെയുണ്ടല്ലോ, നമ്മളെപ്പോലെ തന്നെ ഒരാളാണല്ലോ, അവർക്കിനി ഒരാളെങ്കിലും കൂട്ടുണ്ടാകുമല്ലോ. അതിനപ്പുറം പ്രണയത്തിൻ്റെ ഒരു വലിയ തലം നമ്മൾ കാണുകയുണ്ടായി. ഒറ്റപ്പെട്ടു പോയ തൻ്റെ കാമുകിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒരുമിച്ച് ഇനി ഇതിനെല്ലാം അതിജീവിക്കുമെന്ന് ജെൻസൺ അവളെ ചേർത്ത് നിർത്തി പറയുമ്പോൾ എല്ലാ വേലിക്കെട്ടുകൾക്കും അപ്പുറം അവർ ഒന്നിക്കുന്നത് കാണുവാൻ നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അതിനുള്ളൊരു ഭാഗ്യം നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം ആ കുട്ടിക്കും ഉണ്ടായില്ല. നമുക്ക് ആർക്കും ഈ ഒരു വേദനയെ എങ്ങനെ വിവരിക്കണമെന്ന് അറിയുകയില്ല. ഇപ്പോൾ ജില്ലാ കളക്ടർ അതേപോലെ MLA T. സിദ്ദിഖ് ഇവരൊക്കെ ഇവിടെ എത്തി ജെൻസൺ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. ജെൻസന്റെ സഹോദരൻ ജെയ്സൺ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് അടുത്ത് തന്നെ ചേർന്ന് നിന്ന് തേങ്ങിക്കരയുന്നുണ്ട്. എല്ലാവരും എങ്ങനെ ഈ ഒരു നിമിഷത്തെ അതിജീവിക്കുമെന്ന് പറയാനാകില്ല. ഇതൊക്കെ കടന്നു പോകട്ടെ, ഇതെല്ലാം മറികടക്കാൻ ഇവർക്ക് ആ ഒരു കുടുംബത്തിന് ധൈര്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് പറയാനാകും. ജെൻസന്റെ അമ്മയുടെ അവസ്ഥയും വളരെ മോശമാണ്. അമ്മയും ഈ ഒരു മരണവാർത്ത അറിഞ്ഞത് മുതൽ അതീവ ദുഃഖത്തിലാണ്. എങ്ങനെയായിരിക്കും അവർ ഇതൊക്കെ ഉൾക്കൊള്ളുക എന്ന് ഇപ്പോഴും ആർക്കും പറയാൻ കഴിയില്ല. അത്രമാത്രം വേദനാജനകമാണ് ഈ ഒരു ആണ്ടൂരിലെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ. തൊണ്ടയിടറാതെ നമുക്കിത് റിപ്പോർട്ട് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ടോമുള്ളത്. കാരണം ഇവർ നീന്തിക്കയറിയ ആ ഒരു ദുരന്തത്തിൻ്റെ ആഴം അത് നമ്മളെല്ലാം കണ്ടറിഞ്ഞതും തൊട്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒക്കെയാണ്. അങ്ങനെയാണ് ജെൻസന്റെയും ശ്രുതിയുടെയും ജീവിതം നമുക്ക് പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ ഒന്നായി മാറിയത്. ശ്രുതിയും ജെൻസനും എല്ലാത്തിനും അപ്പുറം ഒരുമിച്ച് ജീവിച്ചിരുന്നത് ഈ ഒരു ദുരന്തത്തിൻ്റെ മികച്ച അതിജീവനത്തിൻ്റെ ഒരു അടയാളം കൂടിയാകുമായിരുന്നു. പക്ഷേ വിധി അതനുവദിച്ചില്ല, അതിന് സാഹചര്യം നൽകിയില്ല. അതിക്രൂരമായി ജെൻസൺ അങ്ങനെ ഈ ലോകത്തോട് തന്നെ വിട പറയുന്ന സാഹചര്യം. ഇനി ആരുണ്ട് ശ്രുതിക്ക് എന്ന ചോദ്യത്തിന് നാട് മുഴുവനുണ്ട് എന്ന് പറഞ്ഞാലും തന്നെ വിശ്വസിച്ച തന്നെ ജീവിതത്തിൽ അവസാനം വരെ സുരക്ഷിതയാക്കുമെന്ന് ഉറപ്പ് നൽകിയ തൻ്റെ പ്രിയപ്പെട്ടവൻ ഇല്ലാതെയായി എന്ന് ആ പെൺകുട്ടി എങ്ങനെ ജീവിതത്തിൽ ഇനി ഉൾക്കൊള്ളുമെന്നറിയില്ല. നേരത്തെ തന്നെ അച്ഛനും അമ്മയും സഹോദരിമാരും ബന്ധുക്കളും ഒക്കെ നഷ്ടമായതിൻ്റെ തീവ്ര ദുഃഖത്തിലാണ് ശ്രുതി. അതിനപ്പുറം ആ ദുരന്തത്തെ മറികടക്കാൻ, ആ ഒരു മഹാ ദുരന്തത്തിൻ്റെ മറുകരയിലേക്ക് നീന്തിക്കയറാൻ ജെൻസന്റെ കൈക്കരുത്തായിരുന്നു, ജെൻസന്റെ പിന്തുണയായിരുന്നു ശ്രുതിക്ക് സഹായമായിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ജെൻസനും ഒരു വിധിക്ക് കീഴടങ്ങി നമ്മെ വിട്ടു പോയിരിക്കുന്നത്. ആ കുട്ടി എങ്ങനെ ഇത് മറികടക്കും, ആ കുട്ടി എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്ന ചോദ്യത്തിനൊന്നും നമുക്ക് ഉത്തരം നൽകാനാകില്ല. നമ്മളൊക്കെ കൂടെയുണ്ടെന്ന് പറയുമ്പോഴും
ആ കുട്ടിയെ എങ്ങനെ ജീവിതത്തിലേക്ക് ഇനി നമ്മൾ ഈ ഓർമ്മകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരും, എങ്ങനെ അവളുടെ ജീവിതം എങ്ങനെ സുരക്ഷിതയാക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരം കിട്ടാതെ അന്തരീക്ഷത്തിൽ തേങ്ങലുകളായി ഉയരുകയാണ്. നിറയാത്ത കണ്ണുകളില്ല, ഇടരാത്ത തൊണ്ടയുമില്ല, തേങ്ങൽ അടക്കി പിടിച്ച തേങ്ങലുമായിട്ടാണ് എല്ലാവരും ഇവിടെ ഈ ഒരു പൊതുദർശനത്തിന് അവസാനമായി ജൻസൺ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നത്. ഹൃദയഭേദകമാണ് ടോം ഈ കാഴ്ചകൾ ഇവിടെ നിന്നും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഉരുൾപൊട്ടലിന് അച്ഛനും അമ്മയും സഹോദരിയും അടക്കം നഷ്ടപ്പെട്ട ശ്രുതിയുടെ ഏക ആശ്വാസമായിരുന്നു ജൻസൺ. ശ്രുതിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് പണിത് എന്നതായിരുന്നു ജൻസന്റെ ആഗ്രഹം പോലും പൂർത്തിയാക്കാതെയാണ് ജൻസന്റെ മടക്കം. എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കി ഇന്നലെ രാത്രിയാണ് ജൻസൺ മരണത്തിന് കീഴടങ്ങിയത്. CV അനുമോദിലേക്ക് വേണ്ടി അനുമോദ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ട് തത്സമയ ദൃശ്യം, പൊതുദർശനത്തിന്റെ തത്സമയ ദൃശ്യം. മറുവശത്ത് ജൻസന് അവസാനമായി യാത്രാമൊഴി നൽകുന്ന ശ്രുതിയെയും കാണാൻ കഴിയും. ഏറെ വൈകാരികമായിട്ടുള്ള ഒരു നിർവികാരമായി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ വളരെ നിശ്ചലമായി ഇരിക്കുന്ന ശ്രുതിയുടെ കാഴ്ചകൾ ഒരുപക്ഷെ ഇപ്പോൾ എല്ലാവരും ശ്രുതിക്ക് ആശ്വാസമായി ഒപ്പമുണ്ട്. കേരളം ഒന്നടങ്കമുണ്ട്, നമ്മുടെയൊക്കെ മനസ്സ് ശ്രുതിക്കൊപ്പമുണ്ടെന്ന് പറയുമ്പോൾ പോലും ശ്രുതി തനിച്ചാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അനുമോദ്, കൽപ്പറ്റയിലെ ആശുപത്രിയിലെ ചികിത്സയിലാണ് ശ്രുതി. ആരൊക്കെയാണ് ശ്രുതിക്കൊപ്പം ഇപ്പോൾ അവിടെയുള്ളത്? അനുമോദ്. ശ്രുതിയുടെ ബന്ധത്തിലുള്ള ആളുകൾ, അമ്മാവനും അത്തരത്തിൽ ബന്ധത്തിലുള്ള ആളുകളാണ്. ലാവണ്യയുടെ കുടുംബത്തിലുള്ളവരൊക്കെയാണ് ഇപ്പോൾ ശ്രുതിക്കൊപ്പം ഉള്ളത്. ശ്രുതി ഈ ഒരു ദുരന്തത്തെ അറിഞ്ഞു എന്നുള്ളത്, അതായത് കഴിഞ്ഞ ദിവസം തന്നെ ജൻസനെ കൊണ്ടേ കാണിക്കണമെന്ന് ശ്രുതി വാശി പിടിക്കുകയും അങ്ങനെ വെന്റിലേറ്ററിൽ ഏകദേശം ബ്രെയിൻ ഡെത്ത് ഉറപ്പാക്കിയ സാഹചര്യത്തിൽ കിടക്കുന്ന ശ്രുതിയെ ശ്രുതി അവിടെ ചെന്ന് കാണുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന സംശയം ശ്രുതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ബന്ധുക്കൾ ഇനി ജൻസൺ ഇല്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം ശ്രുതിയുമായി പങ്കുവയ്ക്കുകയും എനിക്ക് ജൻസനെ കാണണമെന്ന് ശ്രുതി പറയുകയും അത് മറ്റൊരു വലിയ ഒരു മാനസിക ആഘാതത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്തതോടെ മൃതദേഹം ശ്രുതിയെ കാണിക്കുവാൻ തീരുമാനിക്കുകയും അങ്ങനെ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നേരിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നതിന് പകരം ശ്രുതി ഇപ്പോൾ ചികിത്സയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ടോം, ആ ഒരു ദൃശ്യം, ശ്രുതി അവസാനമായി ജൻസനെ കാണുന്നതിൻ്റെ ആ ഒരു ദൃശ്യം, അത് അത്രമാത്രം ഹൃദയഭേദകമാണ്. ഒരു നിർവികാരത നിറഞ്ഞ മുഖത്തോടെ തൻ്റെ പ്രിയനൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് കിടക്കുന്ന അവസാനത്തെ ആ യാത്രാ വിറച്ചിൽ, അത് നമുക്കൊന്നും വിവരിക്കാനോ പങ്കുവയ്ക്കാനോ കഴിയുന്നതല്ല. എങ്ങനെയായിരിക്കും ആ കുട്ടി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുക? എങ്ങനെയായിരിക്കും ആ കുട്ടി ഈ ഒരു ദുരന്തത്തെ കൂടി മറികടക്കുക? നമ്മളൊക്കെ എന്തൊക്കെ ആശ്വാസവാക്ക് പറഞ്ഞാലും, നമ്മളെല്ലാം കൂടെയുണ്ടെന്ന് പറഞ്ഞാലും, എല്ലാവരും ഒപ്പമുണ്ടെന്ന് പറഞ്ഞാലും, ആ കുട്ടി അനുഭവിക്കുന്ന ഏകാന്തത, ആ ഒരു ദുരന്തത്തിൻ്റെ വേട്ടയാടൽ, അത് എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് നമ്മുടെ വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല, പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ശരിക്കും വയനാട്ടുകാർ ഈ ദുരന്തത്തിൻ്റെ ഒരു തീവ്ര വേദന, അത് നമ്മളൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്തും അതിനുശേഷമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തിരിച്ചു പോകുമ്പോഴാണ് ഇവരുടെ ഈ ഒറ്റപ്പെടൽ, ദുരന്തമുണ്ടാക്കിയ ശൂന്യത തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് വയനാട്ടിലെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഓരോരുത്തരുമുള്ളത്. അവരിലൊരാളായിരുന്നു ശ്രുതി. ആ ശ്രുതിക്കാണ് ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഇനിയുള്ള കാലം തനിക്കൊപ്പം ഉണ്ടാകുമെന്ന്, തന്നെ സുരക്ഷിതയാക്കുമെന്ന് വാക്ക് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവൻ വിട പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടി വരുന്നത്
ഉള്ളുലക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ആ ഒരു മൊബൈൽ ദൃശ്യം, ആശുപത്രിയിൽ നിന്നുള്ള ആ ഒരു മൊബൈൽ ദൃശ്യം, അത് നമുക്ക് ചങ്ക് പിടിച്ചു വലിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനത്തെ ഒരു നിമിഷമാണ്. അപ്പം അതിനെ അതിജീവിച്ചേ പറ്റൂ, ഇതിനെയും മറികടന്നേ പറ്റൂ. ഇതെല്ലാം കടന്നു പോകേണ്ടതാണ്, കടന്നു പോയേ തീരൂ. നമുക്ക് ആ ഒരു ദുഃഖം നമ്മുടേതായി തീരുകയാണ്. അവരുടെ വേദന നമ്മുടെ വേദനയായി മാറുകയാണ്. ഒരു നാടിൻ്റെ മുഴുവൻ വേദനയാണ് നമ്മളിവിടെ കാണുന്നത്. ജെൻസിനെ അവസാനമായി ഒരു നോക്കിക്കണ്ട് കരഞ്ഞ കലഞ്ഞ കണ്ണുമായി, അടക്കിപ്പിടിച്ച തേങ്ങലുമായി, വിതുമ്പുന്ന തൊണ്ടയോടെ ഒരു നാടൊന്നാകെ ജെൻസിനെ അവസാനമായി ഒരു നോക്കി കണ്ട് വിട പറയുകയാണ്, ജെൻസിനെ വിട നൽകുകയാണ്. അത്രമാത്രം ദുഃഖസാന്ദ്രമാണ് ഈ ഒരു അന്തരീക്ഷമെന്ന് ഇവിടെ നിന്ന് വിവരിക്കുക എളുപ്പമല്ല. എനിക്ക് പിന്നിൽ ആളുകളുടെ വലിയ നിര, ആളുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന അവസാന ആളെയും അവർക്കും കാണാനുള്ള അവസരം കൊടുത്തതിന് ശേഷമേ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം ഇവിടെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്.